ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന ടോപ്പിക്കാണ്. സോ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് നമ്മൾ ഇതിനു മുമ്പ് കൺസ്ട്രക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്തു. കൺസ്ട്രക്ഷൻ മെത്തേഡിൽ തന്നെ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ മെത്തേഡ്. സോ അതുപോലെ തന്നെ നമ്മൾ മാട്രിക്സ് മെത്തേഡും ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു മാട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത്. സോ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്നൊരു മെത്തേഡാണ്. സോ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ടേം വിർച്വൽ എന്ന് പറയുന്നത് എന്താണ്. വാട്ട് ഇസ് ആക്ച്വലി മീൻ ബൈ വിർച്വൽ? ഇറ്റ് ഇസ് ആക്ച്വലി സംതിങ് ഇമാജിനറി എന്ന് പറയാം. ശരിക്കും ഇല്ലാത്ത ഒന്ന് നമ്മളുണ്ട് എന്ന് പറയുന്നു. സോ സിമിലർലി വിർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു വർക്കിനെ നമ്മൾ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ അസ്യൂം ചെയ്ത് നമ്മൾ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ നമ്മൾ ഈ നോർമൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ മെത്തേഡിൽ നമ്മൾ ഒരുപാട് ഡയഗ്രാംസ് വരച്ചിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് അനാലിസിസ് ഒക്കെ ആണെങ്കിൽ, സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ്, 2 or 3 ഫോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫോഴ്സ് ഡയഗ്രാമും ഫോഴ്സ് പോളിഗണും ഒക്കെ വരച്ച്, ഫ്രീ ബോഡി ഡയഗ്രാംസ് ഒക്കെ ഒരുപാട് വരച്ച് നമ്മൾ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ വിർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രാംസിനെ എല്ലാം ഏകദേശം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് ദോസ് ഫ്രീ ബോഡി ഡയഗ്രാംസ്, ഫോഴ്സ് പോളിഗൺസ് ആൻഡ് ഓൾ, വി ക്യാൻ റെഡ്യൂസ് ദ പ്രോബ്ലം ടു എ സിമ്പിൾ വൺ. അതെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളത് മിനിമൈസ് ചെയ്യും. നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാംസിനെ മിനിമൈസ് ചെയ്ത് ഒരു സിംഗിൾ വെലോസിറ്റി ഡയഗ്രാം വരച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇത് ബേസ് ചെയ്ത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ എന്തുകൊണ്ട് വെലോസിറ്റി ഡയഗ്രാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നു? നമുക്കറിയാം ഇത് സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. ഈ ഒരു പർട്ടിക്കുലർ ലിങ്കേജിന് ഒരു മോഷനും തന്നെ ഉണ്ടായിട്ടില്ല. സോ മോഷൻ ഇല്ലാത്ത ഒന്നിന് എങ്ങനെ വെലോസിറ്റി വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. സോ തീർച്ചയായും വെലോസിറ്റി ഇല്ല. സോ വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കണം. സോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വർക്ക് സംഭവിക്കും. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾ റിയൽ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ഇല്ല. വെലോസിറ്റി ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, വർക്കില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ബോഡി ഓർ ദിസ് ലിങ്കേജ് അണ്ടർ സം അപ്ലൈഡ് ഫോഴ്സസ് സം ഡിസ്പ്ലേസ്മെന്റ്. സോ അങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് അത് പൊസസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഡു സം വർക്ക്. കാരണം വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ W is equal to F into S എന്ന് നമ്മൾ പറയും. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ നമുക്കിനി ആ പ്രിൻസിപ്പളിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് എ വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു 0. വിർച്വൽ ഡിസ്പ്ലേസ്മെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇമാജിനറി ഇൻഫിനിറ്റ്സിമൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യു ക്യാൻ യൂസ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഇപ്പോൾ ഇവിടെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നോക്കുകയാണെങ്കിൽ എത്ര ലിങ്ക് ഉണ്ട്? ഫസ്റ്റ് ലിങ്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഫിക്സഡ് ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം. സോ ദെൻ ലിങ്ക് OA എന്ന് പറയുന്ന ഈ ലിങ്ക്, ദിസ് ഇസ് അവർ ക്രാങ്ക്. അടുത്ത് ലിങ്ക് AB എന്ന് പറയുന്ന നമ്മുടെ ഇതെന്താണ്? ലിങ്ക് AB എന്താണ്? ലിങ്ക് AB ഇസ് ദ കണക്റ്റിംഗ് റോഡ്. ആൻഡ് ഫൈനലി ലിങ്ക് B എന്ന് പറയുന്ന ഈ സിംഗിൾ ലിങ്ക്, ദിസ് ഇസ് അവർ പിസ്റ്റൺ അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡർ. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്രാങ്കിന്റെ റോട്ടറി മോഷൻ ഇസ് ആക്ച്വലി ട്രാൻസ്മിറ്റഡ് ടുവേർഡ്സ് ദ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദ സ്ലൈഡർ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് യു അപ്ലൈ സം ഫോഴ്സ്, ഈ മോഷൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ വാട്ട് കുഡ് ഹാപ്പൻ? ദിസ് കുഡ് റിമെയിൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. സോ ഇറ്റ്സ് എ സിമ്പിൾ സിസ്റ്റം. ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളൊരു ഫോർമുല ഇവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് ഈസി ആയിട്ട് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും യൂസിങ് എ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. സോ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ
എന്താണ് സംഭവിക്കുന്നത് ആക്ച്വലി? ഇവിടെ റൊട്ടേഷൻ ഉണ്ടാകുന്നുണ്ട്, തീറ്റ എന്ന് പറയുന്ന ഒരു റൊട്ടേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സോ ആ റൊട്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് സ്ക്രാങ്കിൻ്റെ റൊട്ടേഷനാണ് തീറ്റ എന്നുള്ള ആംഗിളിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ആംഗിളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ടോർക്ക് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻ, ഈ തീറ്റ വേരി ആവും, ദിസ് വിൽ റൊട്ടേറ്റ്, ദെൻ ആ റോട്ടറി മോഷൻ വിൽ ബി ട്രാൻസ്മിറ്റഡ് ടുവേഴ്സ് ദി സ്ലൈഡർ. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുക്കാൻ എന്ത് പറ്റും, അത് പിന്നെയും അത് പുറകിലോട്ട് പോകും. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് ഇറ്റ് വിൽ ഗോ ബാക്ക് ടു സം അതർ പൊസിഷൻ. സോ അപ്പോൾ ആ സം അതർ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച് ഇൻ ആംഗിൾ അവിടെ സംഭവിക്കും. ഡെൽറ്റ തീറ്റ, തീറ്റ മാറി തീറ്റ പ്ലസ് ഡെൽറ്റ തീറ്റ, ഒരു എക്സ്ട്രാ ഒരു ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളിൽ അത് ചെറുതായിട്ട് ഡിവൈറ്റ് ആയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ സ്ലൈഡറിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പൊസസിങ് ലീനിയർ മോഷൻ, റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടുള്ള ലീനിയർ മോഷനാണ് ഇത് പൊസസ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ചെറിയൊരു ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് അവർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ തീറ്റ. സോ ഡെൽറ്റ എക്സ് ആൻഡ് ഡെൽറ്റ തീറ്റ ഓക്കെ എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ സംഭവിച്ചു. ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ആംഗുലർ വേരിയേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. വി ആർ അസ്യൂമിങ് ദാറ്റ് എ നെഗ്ലിജിബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് എ നെഗ്ലിജിബിൾ ആംഗുലർ വേരിയേഷൻ ഇസ് ഹാപ്പനിങ് ഹിയർ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഈ ഒരു ചേഞ്ച് ഇൻ ആംഗിൾ ഇതും വെച്ച് നമുക്ക് വർക്ക് ഡണ്ണിനെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. കാരണം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വാട്ട്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്, വർക്ക് ഡൺ ഡ്യൂ ടു ഫോഴ്സ്. അടുത്ത് വർക്ക് ഡൺ ഡ്യൂ ടു നമ്മുടെ ടോർക്ക് ആണെങ്കിലോ, സോ ടോർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ന്യൂട്ടൺ മീറ്റർ ആണ്. സോ ദാറ്റ് ഇസ് ഇൻറ്റു എന്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. പക്ഷേ ശരിക്കും സ്റ്റാറ്റിക് കണ്ടീഷനിലിരിക്കുന്ന ഒരു ഫോഴ്സും തന്നെ നെറ്റ് ഫോഴ്സ് 0 ആയിട്ടുള്ള ഒരു സിസ്റ്റം ആൻഡ് നെറ്റ് മൊമെൻറ്റ് 0 ആയിട്ടുള്ള ഒരു സിസ്റ്റം. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ സ്റ്റാറ്റിക് കണ്ടീഷൻ. ഒരു തരത്തിലുള്ള മോഷൻ ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോഴ്സും 0, മൊമെൻറ്റും 0, സം ഓഫ് മൊമെൻറ്റും 0, സം ഓഫ് ഫോഴ്സും 0. സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ഇതിനെന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീർച്ചയായിട്ടും ദാറ്റ് വിൽ ബി 0. പക്ഷേ നമ്മളിത് യൂസ് ചെയ്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ ദാറ്റ് ഇക്വേഷൻ വിൽ ബി വെരി മച്ച് യൂസ്ഫുൾ ഫോർ us ടു സോൾവ് ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം. നമ്മൾ അതിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതേ സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിന് ഞാൻ ഒന്നുകൂടെ ഇവിടെ എടുത്ത് വരച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്ലൈഡ് ക്രാങ്ക് മെക്കാനിസത്തിൽ വി ഹാവ് തീറ്റ, ആംഗുലർ വേരിയേഷൻ ഡെൽറ്റ തീറ്റ ഉണ്ട്, സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ഉണ്ട്. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് ഏതാണ്? ഫോഴ്സ് എഫ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ടി. സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ അങ്ങനെ ഉണ്ടെന്നിരിക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് അനലൈസ് നോക്കാം എന്തൊക്കെ ഫോഴ്സാണ് ഇതല്ലാതെ ഇതിൽ ആക്ട് ചെയ്തത്. സോ ബിയറിംഗ് റിയാക്ഷൻ ഓ, സോ ഇവിടെ ഒരു ബിയറിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഇവിടെ ഉണ്ടാവാം. ഇവിടെ ബിയറിംഗിൽ മീൻസ് ഈ ഒരു പോയിന്റിൽ ഒരു സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ടാവാം. അതേപോലെ ഈ എൻഡിലും എ ആൻഡ് ബി, ഈ ഒരു ബാക്കിയുള്ള ജോയിൻസിലും ഇവിടെയും സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവാം. സോ ആക്ച്വലി ഒരു സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മോഷനും ഇല്ലാതിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ഇതിൻ്റെ എല്ലാം എഫക്റ്റ് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. നമ്മളിനി എടുത്തെഴുതി വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടി ഡെൽറ്റ തീറ്റ, ചെറിയൊരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതേപോലെ തന്നെ വർക്ക് ഡൺ ബൈ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതി. പക്ഷേ ഇതെന്താണ്, എന്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണത്? ദിസ് ഇസ് വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് അങ്ങനെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ സംഭവിച്ചു എന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്തതെന്ന് നമ്മളിനി ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇസ് 0. അപ്പോൾ തീർച്ചയായിട്ടും വർക്ക് ഡൺ ബൈ ദ ടോർക്ക് ഇത് 0 ആയിരിക്കും ആൻഡ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇതും 0 ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സം എന്തായിരിക്കണം? അതും 0 തന്നെ ആയിരിക്കണം. ഓക്കെ, സോ ഇത് 0 ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ ഒന്ന് മാറ്റി ഡിസ്കസ് ചെയ്യാം?
ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡെൽറ്റ തീറ്റ ഇസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡെൽറ്റ എക്സ് ഇസ് സ്മോൾ ചേഞ്ച് ഇൻ പൊസിഷൻ. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിതിനെ വേറെ എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലെങ്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നെഗ്ലിജിബിൾ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു വിധത്തിൽ പറയാം. ഇതെല്ലാം സംഭവിച്ചത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിലാണ്. ഇതെല്ലാം സംഭവിച്ചത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷൻ, നമ്മളെ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വളരെ ചെറിയൊരു ടൈം ഡ്യൂറേഷനിലാണ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ടൈം ഇന്റർവെല്ലിലാണ് ഈ ആംഗുലർ വേരിയേഷനൊക്കെ സംഭവിച്ചതെങ്കിൽ നമുക്കിതിനെ മാറ്റി എഴുതാം. So we can rewrite this delta theta and delta x in terms of this time interval. So delta theta by delta t, t into delta theta by delta t. So with respect to that small time interval, നമ്മളെ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു ചെറിയ ടൈം ഇന്റർവെൽ. അതേപോലെ f into delta x by delta t. So this could be again written as t into d theta by dt plus f dx by dt. സോ ഇതെന്താണ് ആക്ച്വലി? ഇതെന്ത് ഫോമാണ്? ഈ ഒരു ഡിഫറൻസിയേഷൻ്റെ ഒരു ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, d theta by dt. സോ ദിസ് ഇസ് അവർ ആംഗുലർ വെലോസിറ്റി ആൻഡ് dx by dt എന്ന് വെച്ചാൽ എന്താണ്? ദിസ് ഇസ് അവർ ലീനിയർ വെലോസിറ്റി. സോ അത് തന്നെയാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് എഴുതുന്നത്. ദാറ്റ് ഇസ് ടി ഒമേഗ പ്ലസ് എഫ് വി ഈക്വൽ ടു 0 എന്നെഴുതുന്നു. d theta by dt ക്ക് പകരം നമ്മൾ ഒമേഗ എന്നും എഫ് വിക്ക് പകരം dx by dt ക്ക് പകരം നമ്മൾ വി എന്ന് എഴുതും. ടു ടി ഒമേഗ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു 0. ഇതിന് നമ്മൾ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ നമ്മൾ എല്ലാ ക്വസ്റ്റനിലും നമ്മൾ കണ്ടുപിടിക്കുന്ന ടോർക്കാണ്. സോ ടോർക്ക് കണ്ടുപിടിക്കുന്ന പോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് വി ബൈ ഒമേഗ എന്ന് കിട്ടും. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ. ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസിന്റെ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും കണ്ടുപിടിച്ചത് എന്താണ്? ടോർക്ക് തന്നെയാണ്. ക്രാങ്കിലുള്ള ടോർക്ക്, ആ ഇൻപുട്ട് ടോർക്കാണ് നമ്മൾ എല്ലാ ക്വസ്റ്റനിലും ഇതുവരെ കണ്ടുപിടിച്ചത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ യൂസ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഫോഴ്സ് ഉണ്ട്, ആംഗുലർ വെലോസിറ്റി ഉണ്ട്, ലീനിയർ വെലോസിറ്റി ഉണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് ഈ ആംഗുലർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി എല്ലാം തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ക്വസ്റ്റനിൽ ഈ ഡേറ്റ ഒക്കെ തരുമോ അവർ? തരുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് വെരി ഈസി ഫോർ യു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റനിൽ തരുമെന്നും ഈ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി? തീർച്ചയായിട്ടും തരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണ് ഒമേഗ, എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കും ഈ രണ്ട് കാര്യങ്ങളും? സോ വി ക്യാൻ ഡ്രോ വെലോസിറ്റി ഡയഗ്രാം. വെലോസിറ്റി ഡയഗ്രാം യൂസ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം. നിങ്ങൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ നിങ്ങളുടെ S5 പഠിച്ചിട്ടുള്ള വെലോസിറ്റി ഡയഗ്രാം തന്നെയാണ് നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ഓർ യു ഹാവ് ടു യൂസ് ദാറ്റ് വെലോസിറ്റി ഡയഗ്രാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ പറ്റി നമുക്കിപ്പോൾ നോക്കാം. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യനിലോട്ട് ഇപ്പോൾ പോവാണ്. സോ ഇതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ നിങ്ങൾക്കായിട്ട്. 4 bar link mechanism with the following dimension is acted upon by a force of 80 Newton at 140 degree on the link DC. AD is equal to 250 mm. ഇപ്പോൾ പറയുന്നത് ലിങ്കിന്റെ ലെങ്ത് ആണ്. AB is equal to 250 mm, BC equal to 500 mm, DC equal to 375 mm and DE is equal to 175 mm. സോ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഈ ഒരു പെർട്ടിക്കുലർ ഡയഗ്രാമിനെ കുറിച്ച് നിങ്ങൾ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഡേറ്റയാണിത്. ഇത് എങ്ങനെ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് യൂസ് ചെയ്ത് ടോർക്ക്, ഈ ഇൻപുട്ട് ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ ഇൻപുട്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രാങ്കിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഈ ടോർക്ക്, സോ ദാറ്റ് മേ ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. അത് തന്നിട്ടില്ല, ഡയറക്ഷൻ തന്നിട്ടില്ല. ചില ക്വസ്റ്റൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ തരും, ക്ലോക്ക് വൈസ് എന്നോ ആൻറ്റി ക്ലോക്ക് വൈസ് എന്നോ ഡയറക്ഷൻ തരും. ഡയറക്ഷൻ തരുകയാണെങ്കിൽ തന്നിട്ടുള്ള ഡയറക്ഷൻ ഏതാണോ അത് യൂസ് ചെയ്ത് ധൈര്യമായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡയറക്ഷൻ തന്നിട്ടില്ല. ഈ ഇൻപുട്ട് ലിങ്കിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനെ പറ്റി നിങ്ങൾ കണ്ടുപിടിക്കാം. ഈ ടോർക്ക് ഇറ്റ് മേ ബി ഇൻ ക്ലോക്ക് വൈസ് ഓർ ഇറ്റ് മേ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.
സോ വി ഹാവ് ടു യൂസ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കൺസ്ട്രക്ഷൻ മെത്തേഡോ മാട്രിക്സ് മെത്തേഡോ ഒന്നും അല്ല നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നില്ല. വി ആർ ഗോയിങ് ടു യൂസ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന മെത്തേഡ്. അതായത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വാട്ട്, എഫ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അല്ലെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് മാറ്റി എഴുതിയത്, അവസാനം മാറ്റി എഴുതിയപ്പോൾ ഡെൽറ്റ എക്സ് എന്തായി മാറി, എഫ് ഇൻറ്റു വി പ്ലസ് ടി ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 0 എന്നായി. ഇതിൽ നിന്ന് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി മൈനസ് എഫ് വി ബൈ ഒമേഗ, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു മൈനസ് എഫ് വി ബൈ ഒമേഗ. ഓക്കെ, സോ ഞാൻ ആ ബോക്സ് ഇടാൻ ശ്രമിച്ചാണ്, കുളമായി. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നമുക്ക് കൺസ്ട്രക്ഷനിലോട്ട് കിടക്കാം. സോ ഒരു 4 ബാർ ലിങ്കേജ് മെക്കാനിസത്തിലാണ് നമ്മളിപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്ലൈഡ് ക്രാങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ ഇഷ്യൂസ്. സ്ലൈഡ് ക്രാങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഡെറൈവ് ചെയ്തത് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ. പക്ഷേ തീർച്ചയായിട്ടും നമുക്കിത് 4 ബാർ ലിങ്കേജിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്ലൈഡ് ക്രാങ്കിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക, ചോദിക്കാം. ഈസി തന്നെയാണ്. 4 ബാർ പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കി ഏതും ചെയ്യാൻ പറ്റും. മീൻസ് ബാക്കി സ്ലൈഡ് ക്രാങ്കോ ഇതിൽ തന്നെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ലോഡിംഗ് കേസസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു 4 ബാർ ലിങ്കേജിന്റെ പ്രോബ്ലം തരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു 4 ബാർ ലിങ്കേജിന്റെ ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ കൺസ്ട്രക്ട് എ കോൺഫിഗറേഷൻ ഡയഗ്രാം. സോ അതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. യു വിൽ കൺസ്ട്രക്ട് എ കോൺഫിഗറേഷൻ ഡയഗ്രാം. തന്നിട്ടുള്ള ഡയമെൻഷൻസ് യൂസ് ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ട് സ്കെയിൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഡയഗ്രാമിനെ നമ്മുടെ പേപ്പറിലോട്ട് വരയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റിലോട്ട് വരയ്ക്കും. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ലിങ്കിൻ്റെ ഒക്കെ ലെങ്ത് തന്നിട്ടുണ്ട്. സോ ലെങ്ത് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ ഇതിൻ്റെ വാല്യൂ ഒക്കെ 250 mm എന്നൊക്കെയാണ് അതിൻ്റെ വാല്യൂ. സോ ഇത് നിങ്ങൾ 10:1 സ്കെയിലാണ് നമ്മൾ യൂഷ്വലായിട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്ര സ്കെയിൽ വേണമെങ്കിലും എടുക്കാം. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾ എടുക്കുന്ന സ്കെയിൽ യൂണിഫോം ആയിട്ട് കൊണ്ട് നടന്നാൽ മതി. ആക്ച്വലി നമ്മൾ 10:1 ആണ് എടുത്തുകൊണ്ടിരുന്നത് മുമ്പുള്ള പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ. സോ അങ്ങനെ എടുക്കണമെന്ന് നിയമമൊന്നുമില്ല. നമുക്ക് ആ ഡയമെൻഷൻസ് ഒക്കെ മാച്ച് ആയിട്ട് വന്നു. പക്ഷെ ഇവിടെ 10:1 എടുക്കുകയാണെങ്കിൽ ഈ 250 mm എന്നുള്ളത് വെറും 2.5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അതേപോലെ ഈ 500 mm എന്നുള്ളത് വെറും 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഈ 3.75 എന്നുള്ളത് വെറും 375 mm എന്നുള്ളത് വെറും 3.75 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അതേപോലെ 175 mm എന്നുള്ളത് വെറും 1.75, തീരെ ചെറിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് മാറും. സോ അതിനൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ 5:1 സ്കെയിലാണ് ഇവിടെ ചൂസ് ചെയ്തത്. സോ 5:1 സ്കെയിൽ എടുക്കുമ്പോൾ ലിങ്ക് ADയുടെ ഒറിജിനൽ ലെങ്ത് 250 mm ആണ്. സോ അതിന് സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 250 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കും. സോ 250 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 50 mm എന്ന് കിട്ടി. സോ 50 mm ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന സ്കെയിലിൽ 5 സെൻറ്റിമീറ്റർ. അതേപോലെ ലിങ്ക് ABയുടെ ലെങ്ത്തും സെയിം ആണ്, 5 സെൻറ്റിമീറ്റർ. ലിങ്ക് BC നോക്കുകയാണെങ്കിൽ 500 mm ആണ്. നമ്മൾ ഈ 5:1 സ്കെയിൽ യൂസ് ചെയ്തു. ഇത് നമുക്ക് വേണ്ട, 10:1 നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേണ്ട. BCയിൽ നമ്മൾ 5:1 ചെയ്തപ്പോൾ 500/5, ദാറ്റ് ഇസ് 100 mm, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ലിങ്ക് DC നോക്കുകയാണെങ്കിൽ 375 mm. സോ 375/5 നമുക്ക് 75 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 7.5 സെൻറ്റിമീറ്റർ. അടുത്ത് നമുക്കുള്ളത് DE എന്നാണ്. സോ DEയുടെ ലെങ്ത് 175 mm ആണ്. D എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ്, ഈ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടല്ലോ, ഈ ഫോഴ്സ് നമുക്ക് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ പോയിന്റ് D ആവശ്യമുള്ളത്. സോ 175 mm ആണ് അതിൻ്റെ ലെങ്ത്. സോ അതിനെ നമുക്ക് ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 35 mm എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 3.5 സെൻറ്റിമീറ്റർ. സോ 35 mm നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ 35 mm എന്ന് കിട്ടും. ദാറ്റ് ഇസ് 3.5 സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിലിൽ. സോ ഇതെല്ലാത്തിൻ്റെയും നമുക്ക് ഡ്രോ ചെയ്യാനുള്ള ലെങ്ത് ആയി നമുക്ക്. ഇനി നമ്മുടെ പേർപ്പസ് എന്താ വെച്ചാൽ വിൽ ഡ്രോ ദിസ് ഡയഗ്രാം. ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് ആ ഡയഗ്രാം ഇവിടെ വരച്ചെന്ന് വെച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ഒന്ന് ചെറുതായിട്ട് പറയാം. A എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ്, AD എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിക്സഡ് ലിങ്ക്. സോ AD എന്ന് പറയുന്ന ഫിക്സഡ് ലിങ്ക് നമുക്ക് ഒന്നൊന്ന് നെയിം കൊടുക്കാം. സോ ഫ്രം പോയിന്റ് A നമുക്ക് ABയുടെ ലെങ്ത് അറിയാം. ദാറ്റ് ഇസ് 5 സെൻറ്റിമീറ്റർ. നമ്മളിവിടെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ABയുടെ ലെങ്ത് വെച്ചിട്ടുണ്ട്. സോ
120 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് നമുക്കറിയാം. സോ ഈ 120 ഡിഗ്രി ആംഗിൾ യൂസ് ചെയ്ത് യു ക്യാൻ ഡ്രോ ദിസ് പെർട്ടിക്കുലർ ലിങ്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബി സിയുടെ ലെങ്ത് അറിയാം, ദാറ്റ് ഇസ് ഹൗ മച്ച് 10 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഡി സിയുടെ ലെങ്ത്തും നമുക്കറിയാം 7.5 സെൻറ്റിമീറ്റർ. അത് രണ്ട് നമുക്ക് കോമ്പസിൽ എടുത്തിട്ട് ഫ്രം ബി 10 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക, ഫ്രം ഡി 7.5 സെൻറ്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുക. ദാറ്റ് വിൽ ജോയിൻ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അത് ജോയിൻ ആവും. ഇതിനെല്ലാത്തിനെയും അങ്ങ് ജോയിൻ ചെയ്യുക. ഈ പോയിന്റ് നമ്മൾ സി എന്ന് വിളിക്കും. നൗ ജോയിൻ ബി സി ആൻഡ് ഡി സി. അപ്പോൾ നമ്മുടെ 4 ബാർ ലിങ്കേജ് ആയി. ഇനി നമുക്ക് ബാക്കി വരയ്ക്കാനുള്ളത് ഈ ഫോഴ്സ് ആണ്. സോ ഫോഴ്സ് വരയ്ക്കാൻ നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യാം, നമുക്ക് ബേസിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട്, സോ ഇവിടെ നിന്ന് നിങ്ങൾ പ്രൊട്രാക്ട് എടുത്ത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 140 ഡിഗ്രി മെഷർ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ വെച്ച് 140 ഡിഗ്രി മെഷർ ചെയ്താൽ ഈ ലൈനിന് നമ്മൾ പാരലായിട്ട് ഈ ലൈനിൽ നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ലൈനിൽ നമ്മുടെ സ്കെയിൽ ഇവിടെ യൂസ് ചെയ്തിട്ട് ആ സ്കെയിലിനെ നമ്മൾ പാരലായിട്ട് കൊണ്ടുപോയാൽ, ഇവിടെ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ആ സ്കെയിലിനെ നമ്മൾ പാരലായിട്ട് കൊണ്ടുപോയി എവിടെ വെച്ചാലും ദാറ്റ് വിൽ ഷോ വാട്ട് 140 ഡിഗ്രി. ആ ലൈൻ എവിടെ വെച്ചാലും നമുക്ക് 140 ഡിഗ്രിയാണ് കാണിക്കുന്നത്. സോ ചുമ്മാ ഞാനൊരു 140 എന്ന് പറയുന്നു ഈ ഒരു ആംഗിൾ. സോ ഈ ലൈൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് ഈ ലൈന് നമ്മുടെ റോളർ സ്കെയിൽ വെച്ച് ഒന്ന് മാറ്റി ഇങ്ങോട്ട് വരച്ച് എവിടെ വെച്ച് വരച്ചാലും വിൽ ഗെറ്റ് 140 ഡിഗ്രി. കറക്റ്റായിട്ട് വരച്ചതല്ല, നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചാൽ മതി. 140 ഡിഗ്രിയിൽ നിന്ന് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് നമ്മളത് എവിടെ കൊണ്ടൊക്കെ വെക്കണം. ഈ ഒരു ഇ എന്നുള്ള പോയിന്റിൽ വെച്ചാൽ വിൽ ഗെറ്റ് ദാറ്റ് 140 ഡിഗ്രി. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഈ ഫോഴ്സ് 80 ന്യൂട്ടൺ എന്നുള്ള ഫോഴ്സ് അങ്ങനെ നമ്മൾ കൊണ്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ. സോ ഇതിനെപ്പറ്റി ഒരുപാടൊന്നും ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം കൺസ്ട്രക്ഷൻ മെത്തേഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പ്രോബ്ലം സോൾവിങ്ങിലോട്ട് പോവാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ആവശ്യം ഇവിടെ? ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് വെലോസിറ്റി ഡയഗ്രാമാണ്. വെലോസിറ്റി ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മളിവിടെ വരയ്ക്കേണ്ടത് വെലോസിറ്റി ഡയഗ്രാമാണ്. സോ വെലോസിറ്റി ഡയഗ്രാം ഇവിടെ എങ്ങനെ വരയ്ക്കാൻ പറ്റും? എന്തൊക്കെ ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡേറ്റയും ഇവിടെ തന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ലിങ്കിൻ്റെ ലെങ്ത്തും ഈ ഫോഴ്സും അല്ലാതെ വെലോസിറ്റീസ് ഒന്നും തന്നെ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ഇവിടെ അസ്യൂം ചെയ്യാം. ഫസ്റ്റ് ടോർക്കിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷേ ലിങ്ക് 2-ൽ ഒരു ടോർക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ടോർക്ക് ക്ലോക്ക് വൈസിലാണ് ആക്ട് ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ വെലോസിറ്റി ഡയഗ്രാം വേണ്ടി സ്റ്റെപ്പ് 1-ൽ നമ്മൾ കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചു. സ്റ്റെപ്പ് 2-ൽ നമ്മൾ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് assume that T is acting in clockwise direction. നമ്മുടെ ടോർക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് അസ്യൂം ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ we need something known as velocity. നമ്മുടെ ഇൻപുട്ട് വെലോസിറ്റി വേണം. സോ പോയിന്റ് ബിയിൽ വരുന്ന വെലോസിറ്റിക്ക് നമ്മൾ ബി എ എന്ന് പേര് പറയും. അതിൻ്റെ വാല്യൂ ഒന്നും നമുക്കറിയില്ല. സോ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ബി എ എന്നുള്ള വെലോസിറ്റി വരുന്നത്. അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. സാധാരണഗതിയിൽ ഇൻപുട്ട് ഇത് കാണും, നമുക്ക് ഒമേഗ തന്നിട്ടുണ്ടായിരിക്കും. സോ ഒമേഗ തന്നിട്ടുള്ള ഒമേഗ യൂസ് ചെയ്ത് നമ്മൾ ഈ വി ബി എ എന്ന് കണ്ടുപിടിക്കും. ഈ ക്രാങ്കിൻ്റെ RPM ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചാണ് നമ്മൾ വി ബി എ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പോയിന്റ് ബി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഒമേഗ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? വിൽ റൈറ്റ് വി ബി എ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ബി. നമുക്കറിയായിരിക്കും നമുക്ക് എങ്ങനെയായിരിക്കും ഈ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. സോ സപ്പോസ് ഇതാണ് നമ്മുടെ ക്രാങ്ക് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ ക്രാങ്ക് ഇസ് ഹാവിങ് എ ടോർക്ക്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ റൊട്ടേഷൻ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ നമുക്ക് കിട്ടുക? സോ ഒരു സൈക്ലിക് ഇതിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, സർക്കിളിലെ പോലെ നമുക്ക് കിട്ടും. സോ സർക്കിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംഗുലർ വെലോസിറ്റി, ഇതാണ് നമ്മളെ ലീനിയർ വെലോസിറ്റി. അത് ഇതിൻ്റെ ടാൻജൻഷ്യലായിട്ടായിരിക്കും നമ്മുടെ ലീനിയർ വെലോസിറ്റി. ബി എന്ന് നമ്മൾ ഇതിന് പേര് കൊടുക്കാൻ കാരണം ദിസ് ഈസ് ദ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി അറ്റ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ലിങ്കിന് ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കും. എ ബി എന്ന് പറയുന്ന ലിങ്കിന് ദിസ് വെലോസിറ്റി വിൽ ബി പെർപെൻഡിക്കുലർ. അപ്പോൾ
അതിൻ്റെ കോമ്പണൻറ്റ് കുഡ് ബി കാൽക്കുലേറ്റഡ് ആസ് VBA is equal to omega into AB. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് റിമൈൻഡർ ആയിട്ട് വിചാരിച്ചിരുന്നാൽ മതി. നിങ്ങൾ മെക്കാനിക്സ് ഓഫ് മെഷീനറിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ വി ക്യാൻ റൈറ്റ് VBA is equal to omega into AB. ഇത് നമുക്ക് എഴുതാം. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനിതൊന്ന് റബ്ബ് ചെയ്യണം. നിങ്ങൾക്കത് അറിയാമല്ലോ, ഈ കാര്യം നമുക്ക് ഓർമ്മ ഉള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. എങ്ങനെ ഒമേഗ കണ്ടുപിടിക്കും? സത്യം പറഞ്ഞാൽ നമുക്ക് ഒമേഗ പറ്റി ഒന്നും അറിയില്ല. സോ ജസ്റ്റ് കീപ് ഒമേഗ ആസ് ഒമേഗ ഇറ്റ്സെൽഫ്. ജസ്റ്റ് കീപ് ഒമേഗ ആസ് ഒമേഗ ഇറ്റ്സെൽഫ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. എ ബിയുടെ ലെങ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് VBA will now become ഒമേഗ ഇൻറ്റു ലെങ്ത് ഓഫ് AB. എ ബിയുടെ ലെങ്ത് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടു. ലിങ്കിൻ്റെ ലെങ്ത് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളായിരുന്നു. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 250 mm. ദാറ്റ് ഈസ് 5 cm നമ്മൾ സ്കെയിൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒറിജിനൽ ലെങ്ത് എത്രയാണ്? ഒറിജിനൽ ലെങ്ത് 250 mm തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത് 250 mm തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 250. സോ നമ്മൾ വെലോസിറ്റി എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ആസ് 0.25 ഒമേഗ എന്ന് നമുക്ക് എഴുതാം. സോ VBA is equal to 0.25 ഒമേഗ എന്ന് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ ഈസി ആയിട്ടൊരു വഴി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കീപ് VBA ഇൻ ടേംസ് ഓഫ് ഒമേഗ ഇറ്റ്സെൽഫ്. ഇപ്പം നമുക്കൊരു സ്കെയിൽ ഇവിടെ അസ്യൂം ചെയ്യാം. യു ക്യാൻ ടേക്ക് എ സ്കെയിൽ ഫോർ വെലോസിറ്റി ഡയഗ്രാം. ദാറ്റ് ഈസ് 1 centimeter is equal to 0.1 ഒമേഗ എന്നൊരു സ്കെയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. 1 centimeter is equal to 0.1 ഒമേഗ എന്നൊരു സ്കെയിൽ നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ VBAയുടെ വാല്യൂ എത്ര ആയിരിക്കും? നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വെലോസിറ്റി ഡയഗ്രാം പേപ്പറിലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ VBA വിൽ ബിക്കം ഹൗ മച്ച്? 2.5 centimeter ആവില്ലേ? 1 centimeter എന്ന് പറഞ്ഞാൽ 0.1 ഒമേഗയാണ്. സോ അപ്പോൾ 0.25 ഒമേഗ വിൽ ബിക്കം how much? 2.5 centimeter. Correct അല്ലേ? 0.25 divided by 0.1 will get 2.5. ഓക്കെ, ഇനി നമ്മൾ ഈ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് we are going to draw the velocity diagram. ഫസ്റ്റ് വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ നമുക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ നമ്മുടെ സ്കെയിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്? വെലോസിറ്റി പോയിന്റ് ബിയിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് VBA എന്ന് പേര് പറഞ്ഞു. സോ നിങ്ങളത് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അത് ഏത് ലിങ്കിനാണ് ആക്ട് ചെയ്യുന്നത്? ലിങ്ക് AB-യിൽ ആണ് ആക്ട് ചെയ്യുന്നത്. ലിങ്ക് AB-യിൽ ആക്ട് ചെയ്യും. ലിങ്ക് AB-യിൽ എവിടെ വെച്ച് ആക്ട് ചെയ്യും? പോയിന്റ് ബിയിൽ വെച്ച് ആക്ട് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്കെയിലിനെ നമുക്ക് AB-യിലോട്ട് കൊണ്ടുവയ്ക്കാം. ഈ സ്കെയിലിനെ നമുക്ക് AB-യിലോട്ട് കൊണ്ടുവച്ച് കറക്റ്റ് പാരലായിട്ട് വയ്ക്കാം. സോ പാരലായിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, സ്കെയിലിനെ നമുക്ക് കറക്റ്റ് പാരലായിട്ട് ഇവിടെ വയ്ക്കാം. ഇതിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ടാണ്? നമ്മൾ ക്ലോക്ക് വൈസ് എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഏതാണ്? ഈ ഡയറക്ഷനിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ബിക്ക് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ ഈസി ആയിട്ടൊരു വഴി നമുക്ക് സ്കെയിൽ വെച്ച് തന്നെ ചെയ്യാം. നിങ്ങൾ റോളർ സ്കെയിലൊക്കെ യൂസ് ചെയ്യും. സോ റോളർ സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തോളുക. ഞാൻ ജസ്റ്റ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ പോവാണ്. ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്കെയിലിലുള്ള ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പോയിന്റ് ഞാൻ എന്താ ഇവിടെ ബിക്ക് നേരെ കൊണ്ട് വയ്ക്കുകയാണ്. ബിക്ക് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തു. ഇതിന് നേരെയുള്ള ലൈൻ ഏതാണ്? ഇതാണ്. സോ ദിസ് ഇസ് ആക്ച്വലി നമ്മുടെ സ്കെയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ലൈൻ. ഇത് നമ്മുടെ സ്കെയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കെയിലിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മുടെ സ്കെയിലിനെ റൊട്ടേറ്റ് ചെയ്ത് ആ പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. നിങ്ങൾ റോളർ സ്കെയിൽ
ജസ്റ്റ് എടുത്ത് അവിടെ വെച്ച് വരച്ചാൽ മതി. റോളർ സ്കെയിൽ വെച്ച് ജസ്റ്റ് ജോയിൻ ബി ആൻഡ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. നിങ്ങളത് ഈ ബിയും ഈ പോയിന്റും ഒന്ന് ജോയിൻ ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടും. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി പെർപെൻഡിക്കുലർ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ദിസ് ഇസ് യുവർ വെലോസിറ്റി വി ബി എ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് വി ബി എയുടെ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി ബി എയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 2.5 സെൻറ്റിമീറ്റർ ആണ്. 0.1 ഒമേഗ 1 സെൻറ്റിമീറ്റർ സ്കെയിൽ എടുത്തു. സോ 0.25 ഒമേഗ ആണ് നമ്മുടെ വി ബി എ. സോ 0.25 ഒമേഗ ഇസ് ഈക്വൽ ടു 2.5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഏതാണ് ഫിക്സഡ് ലിങ്ക്? എയും ഡിയും ആണ് ഫിക്സഡ്. സോ നമ്മളിവിടെ ഒരു പോയിന്റ്, നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്യും. കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇത് ഇവിടെ സെലക്ട് ചെയ്യും. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എ ആൻഡ് ഡി ഇവിടെ മാർക്ക് ചെയ്യുന്നു. സോ എന്തുകൊണ്ട് ഇവിടെ എ ആൻഡ് ഡി നമ്മളിവിടെ മാർക്ക് ചെയ്തു? രണ്ടും ലിങ്ക് 1 ആണ്, ഫിക്സഡ് ലിങ്ക് ആണ്. സോ ഇവിടെ വെലോസിറ്റി വിൽ ബി 0. നമ്മൾ ആ പോയിന്റിന് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വിൽ യൂസ് സ്കെയിൽ യൂസ് ചെയ്യും. സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, വി ബി എ ഉണ്ടല്ലോ, വി ബി എക്ക് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കും. നമ്മുടെ സ്കെയിൽ നേരെ റോളർ സ്കെയിൽ നിങ്ങളിവിടെ വെച്ചിട്ട് റോൾ ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. എ ഡിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു പോയിന്റിൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് യു ക്യാൻ ഡ്രോ a ലൈൻ. ആ ലൈനിൻ്റെ ലെങ്ത് എത്രയായിരിക്കണം? ഈ ലൈനിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? സോ ദിസ് ഇസ് വി ബി എ, നമുക്ക് ഡയറക്ഷൻ അറിയാം. ദിസ് ഇസ് വി ബി എ എന്നറിയാം. സോ ഈ പോയിന്റ് ആയിരിക്കും ബി എന്നും നമുക്കറിയാം. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഈ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്? ഇറ്റ് ഈസ് 2.5 സെൻറ്റിമീറ്റർ. നമ്മൾ അവിടെ യൂസ് ചെയ്ത സ്കെയിൽ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ആദ്യത്തെ ലിങ്ക് എ ബിയുടെ വെലോസിറ്റി കണ്ടു. അടുത്ത് നമ്മൾ ബി സിയുടെ വെലോസിറ്റി വരയ്ക്കാൻ പോവാണ്. അതിനെപ്പറ്റി നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മതി, നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതാ സ്കെയിൽ കൊണ്ടുപോയി ബി സി ഉണ്ടല്ലോ, നമ്മൾ ബി സി എന്ന് പറയുന്ന ഈ ലിങ്ക് നേരെ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കും. സോ നമ്മൾ കണ്ടു ഈ പോയിന്റ് സിയിൽ നിന്നാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോകുന്നത്. ഈ വെലോസിറ്റി നമുക്ക് സി ബി എന്ന് പേരിടും. ബി സി ബി, സിയിൽ നിന്നാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടല്ലോ, അതിന് നേരെ ആയിരിക്കും നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യാൻ 90 ഡിഗ്രി. സോ മാർക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മുടെ സ്കെയിൽ യൂസ് ചെയ്ത് ഇത് രണ്ടിനെയും ജോയിൻ ചെയ്യാം. സ്കെയിൽ യൂസ് ചെയ്ത് സിയും ഈ പോയിന്റും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. സോ ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, ഇത് രണ്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാനിത് കളർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവസാനം കൺഫ്യൂസ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കളർ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. സോ ദിസ് ഇസ് ആക്ച്വലി അവർ വെലോസിറ്റി വി സി ബി. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഒന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് ആരോ കിട്ടുന്നേ ഉള്ളൂ, നമുക്ക് ഡയറക്ഷൻ അറിയില്ല. ഇറ്റ് മേ ബി ഇൻ ഐദർ ഡയറക്ഷൻ, താഴോട്ടോ ആവാം മുകളിലോട്ടോ ആവാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബി എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട്, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട്, സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പാരലൽ ലൈൻ വരയ്ക്കാൻ പോവാണ്. നോക്കിയാൽ മതി. സി എന്ന് പറയുന്ന ഈ പോയിന്റിൽ വെച്ചിട്ട് സ്കെയിൽ നേരെ കൊണ്ട് നമ്മളെവിടെ വയ്ക്കും? ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ബി എന്നുള്ള പോയിന്റിൽ വെച്ച് വിൽ ഡ്രോ എ ലൈൻ പാരലൽ ടു ദിസ് വെലോസിറ്റി. ബി സി ബിക്ക് പാരലായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കും. സോ ഈ ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് മേ ബി either ഡൗൺവേർഡ്സ് അല്ലെങ്കിൽ അപ്വേർഡ്സ്. കാരണം നമുക്കിതിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. രണ്ട് ഡയറക്ഷനിലോട്ടും നമുക്കിതിനെ വരയ്ക്കാം. താഴോട്ടും വരയ്ക്കാം, മുകളിലോട്ടും വരയ്ക്കാം. നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഓക്കെ, സോ ഇത് ബി എന്നറിയാം. ഇവിടെ വരുന്നത്, ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടും. സി എന്നൊരു പോയിന്റ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും കിട്ടും, ഈ ലൈനിൽ എവിടെയെങ്കിലും കിട്ടും. ആ പോയിന്റ് നമുക്കറിയില്ല. അതെപ്പോൾ നമുക്കറിയാൻ പറ്റും? ലിങ്ക് ഡി സിയുടെ വെലോസിറ്റി ഇവിടെ വരച്ചാലേ നമുക്ക് അറിയാൻ പറ്റും.
അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ലിങ്ക് ഡി സിക്ക് വെലോസിറ്റി വരയ്ക്കാൻ പോവാണ്. ഡി സിക്ക് വെലോസിറ്റി വരയ്ക്കുമ്പോൾ നിങ്ങൾ എവിടെ വെച്ചാണ് ശരിക്കും വരയ്ക്കുന്നത്? ഡിയിൽ വെച്ച് വരയ്ക്കുമോ അതോ സിയിൽ വെച്ച് വരയ്ക്കുമോ? നിങ്ങൾ തീർച്ചയായിട്ടും സിയിൽ വെച്ചായിരിക്കും അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കുന്നത്. സി പോയിന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. സോ അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ ലിങ്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ നിങ്ങളുടെ സ്കെയില് നേരെ കൊണ്ടുപോയി ലിങ്ക് ഡി സിക്ക് നേരെ വയ്ക്കുക. ലിങ്ക് ഡി സിക്ക് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ്, സോ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് ഒരു പെർപെൻഡിക്കുലർ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം. ഈ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ട് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. സോ ആ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും. നമുക്ക് അതനുസരിച്ച് നമ്മൾ 90 ഡിഗ്രി വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് നമുക്ക് അതിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ ദാറ്റ് വിൽ ബി അവർ വെലോസിറ്റി. സോ എന്ത് ചെയ്യുന്നു, നമ്മളിതാ ഇവിടെ വയ്ക്കുന്നു, നമ്മുടെ പെന്ന് ഓർ പെൻസിൽ എടുക്കുന്നു, എടുത്തിട്ട് നമ്മളിതാ ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. ജോയിൻ സി, ഈ ഒരു പോയിന്റിന് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട്? ദിസ് ഇസ് ആക്ച്വലി വെലോസിറ്റി VCD. VDC എന്നല്ല, VCD ആണ്. കാരണം നമ്മൾ വെലോസിറ്റി വരച്ചത് C വിത്ത് റെസ്പെക്ട് ടു D ആണ് വരച്ചത്. ഇനി ഈ ഒരു ലൈനിൽ പാരലായിട്ട് നമുക്കിവിടെ വരച്ചാൽ വിൽ ഗെറ്റ് ദ ഡയറക്ഷൻ, വിൽ ഗെറ്റ് ദ ആക്ച്വൽ വെലോസിറ്റി. നമ്മൾ വീണ്ടും നമ്മുടെ സ്കെയിൽ എടുക്കും. സ്കെയിൽ എടുത്തിട്ട് ഇതാ നമ്മളിവിടെ വയ്ക്കും. അവിടുന്ന് അതിന് പാരലായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കും. ഇതാ പോയിന്റ് ഡിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വിൽ ഡ്രോ ദ പാരലൽ. തീർച്ചയായിട്ടും നമ്മൾ മുകളിലോട്ടോ താഴോട്ടോ വരയ്ക്കാം. പക്ഷെ നമുക്ക് ഈ ഒരു ലൈനുമായിട്ട്, ഈ ബിന്ന് പോകുന്നല്ലോ, ഈ ഒരു ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ താഴോട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത്. സോ യു കൻ ഡ്രോ ദിസ്. ഈ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ വരയ്ക്കുന്നു. വിൽ മാർക്ക് ദിസ് പോയിന്റ് സി, സ്മോൾ സി ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡയഗ്രാം. ഈ ഒരു 4 ബാർ ലിങ്കേജിന്റെ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ കാണും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ കാണും. ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ബി സിയും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ വെലോസിറ്റി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇതും ഒന്ന് ഡാർക്കൻ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഏതാണ്ട് കാര്യങ്ങളായി. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് യു ക്യാൻ മെഷർ സംതിങ്. ഇത് ഏതാണ് ഈ വെലോസിറ്റി? ദിസ് ഇസ് ആക്ച്വലി BC, വെലോസിറ്റി VCB എന്നാണ് നമ്മൾ പറയുന്നത്. VCB എന്നാണ് വെലോസിറ്റി എങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ബിയിൽ നിന്നും സിയിലോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. VCB എന്നാണ് നമ്മൾ ആ വെലോസിറ്റിക്ക് പറയുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് സിയിലോട്ടായിരിക്കും. ഇതേതാണ് വെലോസിറ്റി ഇവിടെ ഉള്ളത്? ദിസ് ഇസ് ആക്ച്വലി VCD. VCD ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എവിടെ ആയിരിക്കും? D to C ആയിരിക്കും. ആൻഡ് ഡയറക്ഷൻ വിൽ ബി D to C. അത് ഓർത്ത് വെച്ചേക്കാം. VCB എന്ന് പറയുന്നതെങ്കിൽ ഡയറക്ഷൻ ബിയിൽ നിന്നും സിയിലോട്ടായിരിക്കും. VCD എന്ന് പറയുകയാണെങ്കിൽ വെലോസിറ്റി അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്നായിരിക്കും? ഡിയിൽ നിന്നും സിയിലോട്ടായിരിക്കും. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ വേറൊരു കാര്യം കൂടെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയാണ് നമുക്കുള്ളത്? ഇവിടെ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി നമുക്കിവിടെ വരച്ചേ പറ്റൂ. അതെങ്ങനെയായിരിക്കും ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി? നമുക്കതിനറിയാം. ഈ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് ഈ ഫോഴ്സിന് മാറ്റാം. ഈ ഫോഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇതാണ് ആ ഫോഴ്സ്, ഇത് ഫോഴ്സ് ഉണ്ട്. സോ ഇവിടെ ഈ എന്നുള്ള പോയിന്റിൽ ഇവിടെ ആക്ട് ചെയ്യാണ്. ഈ ഫോഴ്സിന് 2 കോമ്പണൻ്റ് കിട്ടും നമുക്ക്, ഒരു ഹൊറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ കോമ്പണൻ്റ്. സോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പെർപെൻഡിക്കുലറായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും 2 കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് ഈ ഫോഴ്സിനെ ഡിവൈഡ് ചെയ്യാം. കാരണം 140 എന്നുള്ള ആംഗിൾ അതിനുള്ളതുകൊണ്ട്. സോ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ട്, അതിനു മുമ്പ് നമുക്കിവിടെ പോയിന്റ് ഇ മാർക്ക് ചെയ്യണം. ഇ എന്നുള്ള ഈ ഒരു പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യണം. അതിനെന്തെങ്കിലും വഴി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇ എന്നുള്ള ഒരു പോയിന്റ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട്? യെസ്, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. നമുക്കറിയാവുന്ന ലെങ്ത് ഏതാണ്? DEയുടെ ലെങ്ത് നമുക്കറിയാം. അതേപോലെ DCയുടെ ലെങ്ത്തും നമുക്കറിയാം. സിമിലർലി ഈ സ്മോൾ DE നമുക്ക് അറിഞ്ഞൂടെ? ഇതറിയാം, DE അറിയാം, DCയും അറിയാം.
ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ സ്മോൾ അറിയാമല്ലോ, സ്മോൾ ഡി ടു ഇ, ഇതെവിടെയുള്ള സ്മോൾ ഡി ടു ഇ ആൻഡ് സ്മോൾ ഡി സി അറിയാമോ? സ്മോൾ ഡി അത് നമുക്കറിയില്ല, തീർച്ചയായിട്ടും അറിയില്ല. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ നമുക്കറിയാം ഡി സി അറിയാം. ഇത് സി അല്ലേ, ഡി സി. ഈ വെലോസിറ്റി ഇ സി ഡി എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ലെങ്ത് ആണ് ഡി സി. സോ ഇത് നമുക്കറിയാം. ഇപ്പം നമ്മൾ അറിയാത്തത് ഡി മാത്രമേ ഉള്ളൂ. സോ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ആദ്യം ഡിയുടെ ലെങ്ത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും. ഡിയുടെ ലെങ്ത് എത്രയാണ്? 175. ദെൻ ഡി സിയുടെ ലെങ്ത് എത്രയാണ്? ഡി സിയുടെ ലെങ്ത് 375. ഡിയുടെ ലെങ്ത് 175ഉം ഡി സിയുടെ ലെങ്ത് 375. ഇത് നമുക്ക് ഇവിടെ അടുത്ത് എഴുതാം. ദാറ്റ്സ് ഡിയുടെ ഈ ഡി അതിൻ്റെ ലെങ്ത് 175 ആൻഡ് ഡി സിയുടെ ലെങ്ത് 375 ഈക്വൽ ടു ഡി ഇ ബൈ ഡി സി. ഈ ഡി സിയുടെ ലെങ്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളിതാ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൻ്റെ ലെങ്ത് മെഷർ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ലെങ്ത് ഫോർ ഡി സി. അപ്പം എനിക്കത് എത്ര കിട്ടിയെന്ന് വെച്ചാൽ, മില്ലിമീറ്ററിലാണ് ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്നത്. മില്ലിമീറ്ററിൽ എഴുതുമ്പോൾ എനിക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ, വെറും 29 മില്ലിമീറ്ററാണ് എനിക്ക് കിട്ടിയത്. ഡി സിയുടെ ലെങ്ത് എനിക്ക് കിട്ടിയത് വെറും 29 മില്ലിമീറ്റർ. നിങ്ങളുടെ സ്കെയിലിൽ 2.9 സെൻറ്റിമീറ്ററിന് കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കെയിൽ യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ, സ്കെയിൽ യൂസ് ചെയ്ത് തന്നെയാണ് കിട്ടിയത്. ഈ സ്കെയിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ലെങ്ത് കിട്ടും 29 എന്ന് നമുക്ക് കിട്ടും. ഈ ഡി സിയുടെ ലെങ്ത് 29 മില്ലിമീറ്റർ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അടുത്ത് നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാം. ഇത് നമ്മൾ വെലോസിറ്റി ആക്കിയിട്ടില്ല, ഒമേഗയുടെ ടേംസിലാക്കിയിട്ടില്ല, പ്യുവർ ലെങ്ത് മാത്രമാണ്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്ത ലെങ്ത് മാത്രമാണത്, നമ്മൾ വേറൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി കണ്ടുപിടിക്കാൻ പറ്റും. ഡി ഇതിപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും, ഇവിടെ നമ്മൾ ഒറിജിനൽ ലെങ്ത് അല്ലല്ലോ, സ്കെയിൽ ചെയ്ത ലെങ്ത് ഒക്കെ അല്ലേ വെച്ചല്ലേ വരച്ചത് എല്ലാ ഡയഗ്രാമും, പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒറിജിനൽ ലെങ്ത് ഇടുമ്പോൾ അതെങ്ങനെ ഇവിടെ ഈക്വൽ ആയിട്ട് വരുമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. തീർച്ചയായിട്ടും ഈക്വൽ ആയിട്ട് വരും, കാരണം ഇതെന്താണ്, വെറും റേഷ്യോ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് സ്കെയിൽ ചെയ്ത ലെങ്ത് എത്രയാണ്? 7.5, അതായത് 3.5 ഡിവൈഡഡ് ബൈ 7.5ഉം 175 ഡിവൈഡഡ് ബൈ 375ഉം എല്ലാം ആൻസർ ഒന്ന് തന്നെയല്ലേ. അപ്പോൾ റേഷ്യോ മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ അതിന് സെയിം ആയിട്ടായിരിക്കും ഈ റേഷ്യോ. ഇവിടെ ഈ എന്നുള്ള പോയിന്റ് എവിടെയാണോ വരുന്നത് അതിന് സെയിം ആയിരിക്കും ഈ റേഷ്യോ. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കൺഫ്യൂസ് ആവണ്ട, ജസ്റ്റ് നിങ്ങൾ സ്കെയിൽ ചെയ്ത ലെങ്ത് ഇവിടെ എഴുതിയാലും കറക്റ്റാണ്. ഇൻസ്റ്റെഡ് ഓഫ് 175 യു ക്യാൻ ജസ്റ്റ് റൈറ്റ് 3.5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും ഇവിടെ നമുക്ക് യൂണിറ്റിനെ പറ്റിയൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. ജസ്റ്റ് റേഷ്യോ, രണ്ട് ടേമും കട്ടായി പോകുമ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും, അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, സോ ഡി ഇ ഇസ് ഈക്വൽ ടു എത്ര കിട്ടുമെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 13.53 മില്ലിമീറ്റർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13.53 മില്ലിമീറ്റർ നിങ്ങൾക്ക് കിട്ടും ഡി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ 13.53 മില്ലിമീറ്ററിന് കിട്ടും. അപ്പോൾ ഡിയിൽ നിന്നും ഞാൻ 13.53 മില്ലിമീറ്റർ മെഷർ ചെയ്ത്, ഇതാ ഫോർ എക്സാമ്പിൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 13.53 മില്ലിമീറ്റർ മെഷർ ചെയ്ത് നമുക്ക് റൈറ്റ് ദിസ് പോയിന്റ് ആസ് പോയിന്റ് ഇ. എന്നൊരു പോയിന്റ് ഞാനിവിടെ എഴുതുന്നു. ഓക്കെ, തിക്നെസ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വി ക്യാൻ ഡ്രോ ദ വെലോസിറ്റി ഫോർ ദിസ് പെർട്ടിക്കുലർ ഫോഴ്സ്. നേരത്തെ പറഞ്ഞു രണ്ട് കോമ്പോണന്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വരച്ചത് എലോങ് ഡി ഇ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഫോഴ്സിന് രണ്ട് കോമ്പോണന്റ് കാണും, ഒരു പെർപെൻഡിക്കുലർ ആസ് വെൽ ആസ് ഒരു പാരലൽ, ഒരു ഹോറിസോണൽ കോമ്പോണന്റ്, ഒരു വെർട്ടിക്കൽ കോമ്പോണന്റ് കാണും. നമ്മളിപ്പോൾ ഇതിനെ രണ്ടായിട്ട് വരയ്ക്കും. അതിന്റെ റിസൾട്ടന്റ് ആണ് നമുക്ക് കിട്ടുന്ന ഈ വി ഇ എന്ന് പറയുന്ന ഈ ഒരു ഇ എന്ന് പറയുന്ന പോയിന്റ്. നമ്മളിതിനെ പറയാം വി സി ഡി എന്ന് പറയാം. ഈ ഒരു വെലോസിറ്റി, ഈ റീജിയനിലുള്ള വെലോസിറ്റിക്ക് നമുക്ക്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള വെലോസിറ്റിക്ക് നമുക്ക് വി സി ഡി എന്ന് പറയാം. വി സി ഡി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഇ ഡി എന്ന് പറയാം. വി ഇ ഡി, ഈ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിക്ക് നമുക്ക് വി ഇ ഡി എന്ന് പറയാം. അത് മാർക്ക് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കൺജസ്റ്റഡ് ആവുന്നു.
നോ പ്രോബ്ലം. അത് അത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ദിസ് വെലോസിറ്റി ഈസ് അലോങ് വിച്ച് കോമ്പണന്റ്, ദിസ് വെലോസിറ്റി ഈസ് അലോങ് വിച്ച് ഡയറക്ഷൻ. നമ്മുടെ ഡി സി എന്ന് പറയുന്ന ലിങ്കിൻ്റെ ഡിയുടെ ഡയറക്ഷനിലോട്ടാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. വി ഡി എന്ന് പറയുന്നത് അലോങ് ദ ഡയറക്ഷൻ ഡി. നമുക്ക് ആവശ്യമുള്ളത് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയാണ്. അത് കണ്ടുപിടിക്കാൻ എന്താണ് വഴിയെന്ന് വെച്ചാൽ ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് തീർച്ചയായിട്ടും ഫോഴ്സിൻ്റെ വെലോസിറ്റി എങ്ങനെ ആക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഫോഴ്സിന് പാരലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഫോഴ്സിന് പാരലായിട്ട് നമുക്ക് ഏത് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കും? തീർച്ചയായിട്ടും ഏത് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല ഈ ഫോഴ്സിന് പാരലൽ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് ഇയിൽ നിന്നും വരയ്ക്കാം. ഇ എന്നുള്ള പോയിന്റിൽ നിന്നും ഈ ഫോഴ്സിന്, ഈ തന്നിട്ടുള്ള ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ പോയിന്റ് വെച്ചിട്ട് നമ്മളിത് അവിടെ ഇതിന് പാരലായിട്ടൊരു ലൈന് നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ചാണ് ഈ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഈ എന്നുള്ള പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ നേരത്തെ മാർക്ക് ചെയ്ത അതേ ടെക്നിക്ക് ഈ പോയിന്റാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. സോ ഓക്കെ, ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്തു. ഇനി നമ്മൾ ഇയിൽ നിന്നും ഈ ഒരു ലൈനിലോട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിൽ ഡ്രോ ദ പെർപെൻഡിക്കുലർ ലൈൻ. ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ we can join these 2 points, E and this D. Okay, ഇയും ഈ ഒരു പോയിന്റ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റ്, ഇത് രണ്ടും ജോയിൻ ചെയ്താലേ നമുക്ക് കിട്ടും. സോ നമുക്ക് ഡോട്ടർ ലൈനിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ വെലോസിറ്റി, ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി ആക്ട് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി ഷ്യൂർലി അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വരയ്ക്കാനുള്ളത് ഈ ഫോഴ്സിനൊരു പാരലൽ ലൈനാണ്. ഫോഴ്സിനൊരു പാരലൽ ലൈൻ നമുക്ക് വരയ്ക്കാം. പാരലൽ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഏത് പോയിന്റിൽ നിന്നും ഈ ഡി എന്നുള്ള പോയിന്റിൽ നിന്നും ഈ ഫോഴ്സിന് നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കും. ഡി എന്നുള്ള പോയിന്റിൽ നിന്നും നമ്മൾ ഈ ഫോഴ്സിനൊരു പാരലൽ ലൈൻ വരയ്ക്കും. ഓക്കെ, ഇത് രണ്ടും ഇപ്പോൾ ഇവിടെ മീറ്റ്, ഇത് രണ്ടും ഇവിടെ മീറ്റ്. ഇതിൽ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി നമുക്ക് തന്നെ വേണമെങ്കിൽ വി എന്ന് വിളിക്കാം. നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെലോസിറ്റി വി ഈക്വൽ ടു വി എന്ന് പറയുന്ന വെലോസിറ്റി ഇസ് ദിസ് ലൈൻ. ഈ പാരലൽ ലൈനാണ് നമ്മുടെ വെലോസിറ്റി. ഓക്കെ, ഇത് അതിൻ്റെ റിസൾട്ടൻ്റാണ്. ഇപ്പോൾ ഡയറക്ഷൻ നമുക്കറിയാം. നമുക്കിപ്പോൾ ഈ വി ഡി റിസൾട്ടൻ്റ് ആണ്, ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2 ഫോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വി എന്നൊരു ലൈന് ഇവിടെ നമുക്ക് ഇതാണ് 90 ഡിഗ്രി എങ്കിൽ ഇത് നമുക്ക് വി ഇ ഡി ആണെങ്കിൽ ഇത് നമുക്ക് ഒരു റിസൾട്ടൻ്റ് ആണ്, ഇതും നമുക്കൊരു റിസൾട്ടൻ്റ് ആണ്. വി എന്ന് പറയുന്ന നമ്മുടെ റിസൾട്ടൻ്റ്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ റിസൾട്ടൻ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ വെലോസിറ്റി കോമ്പോണൻസിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ റിസൾട്ടൻ്റ് ഡയറക്ഷൻ എന്താ നമുക്കറിയാം. ഇതാണ് ഡയറക്ഷൻ വി സി ഡി ഓർ വി ഇ ഡി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഡിയിൽ നിന്നും സിയിലോട്ടായിരിക്കും ഡയറക്ഷൻ, അല്ലെങ്കിൽ ഡിയിൽ നിന്നും ഇയിലോട്ടായിരിക്കും ഡയറക്ഷൻ. ഈ ഡയറക്ഷന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ. സോ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ. സോ ഹിയർ വി ഈക്വൽ ടു വി ഇ എന്ന് നമുക്ക് കിട്ടി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്. ഇതേ പാരലൽ, 2 പാരലൽ ലൈനാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടാണ്, പക്ഷേ ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് വി എന്നാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മൈനസ് വി എന്നാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഫോഴ്സിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഡയറക്ഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഫൈനൽ സ്റ്റേജായി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ. നമുക്ക് അതിലോട്ട് കിടക്കാം. ഇപ്പം ഈ വിയുടെ ലെങ്ത് എന്തുമായിരിക്കും? ഈ വി മൈനസ് വി എന്ന് പറയുന്ന ഇതിൻ്റെ ലെങ്ത് ആയിരിക്കും. ജസ്റ്റ് ഇതാ ഈ ലെങ്ത് മെഷർ ചെയ്യുക. സ്കെയിൽ വെച്ചിട്ട് ഇതാ ഈ ബ്ലൂ പാരൽ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് അങ്ങ് മെഷർ ചെയ്യുക. ഇത് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് മില്ലിമീറ്ററിൽ കിട്ടിയത്
12.3 മില്ലിമീറ്റർ, അതായത് എനിക്ക് എൻ്റെ സ്കെയിലിൽ കിട്ടിയത് ഏതാണ്ട് 1.23 സെൻറ്റിമീറ്റർ ആണ്. 1.23 അല്ല, ഒരു 1.25, 1.2നും 1.23ക്ക് ഇടയ്ക്കായിട്ടുള്ളൊരു വാല്യൂ, എക്സാക്റ്റ് ആയിട്ട് 25 അല്ല മിഡിലും അല്ല എന്നുള്ളൊരു വാല്യൂ 1.23 എന്നൊരു സെൻറ്റിമീറ്റർ കിട്ടി, ഈ വിയുടെ വാല്യൂ. സോ പക്ഷേ ഇതെന്താണ്, സെൻറ്റിമീറ്ററിൽ ഇരിക്കുകയാണ്. നമ്മൾ ഈ സെൻറ്റിമീറ്ററിൻ്റെ ഇപ്പോൾ എന്ത് ചെയ്യും, വിൽ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു ഒമേഗ. അതിൽ നമ്മുടെ വെലോസിറ്റി അവിടെ ഇരിക്കുകയല്ലേ, ശരിക്കുള്ള വെലോസിറ്റി എന്തുവാണ്, സെൻറ്റിമീറ്റർ അല്ല. നമുക്ക് കിട്ടിയത് 0.1 ഒമേഗ നമ്മൾ സ്കെയിൽ എടുത്ത് 1 സെൻറ്റിമീറ്റർ എന്താ എടുത്തിട്ടുണ്ട്. 0.1 ഒമേഗ ഇസ് ഈക്വൽ ടു എന്തെടുത്തു, നമ്മൾ 1 സെൻറ്റിമീറ്റർ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്കെയിൽ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ആ സ്കെയിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു സ്കെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.1 ഒമേഗ എന്നാണ്. സോ 1.23 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 23 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 0.123 ഒമേഗ എന്ന് കിട്ടും. സോ നമ്മുടെ വി മൈനസ് വി ഇസ് ഈക്വൽ ടു വാട്ട്, 0.123 ഒമേഗ. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ആദ്യം ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കത് ഓർമ്മ കാണും. ടോർക്കിൻ്റെ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് വി ബൈ ഒമേഗ എന്നുള്ളത്, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്, ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള എഴുതിയ ഇക്വേഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്, ഈ ഫോഴ്സിൻ്റെ വാല്യൂ 80 ന്യൂട്ടൺ ആണ്. ആ ഫോഴ്സിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുക, 80 ന്യൂട്ടൺ എന്ന് എഴുതാം. ഫോഴ്സിൻ്റെ വാല്യൂ 80 ന്യൂട്ടൺ ഇൻറ്റു വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്, മൈനസ് വി ആണ് 0.123. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 0.123 എന്ന് നമുക്ക് എഴുതാം. ഡിവൈഡഡ് ബൈ 123 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ. സോ ഈ ഒമേഗയും ക്യാൻസൽ ആവും. സോ മൈനസ് 80 ഇൻറ്റു മൈനസ് 0.123 നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് വെച്ചാൽ സംവാട്ട് നിയർലി 10.1 എന്നൊരു ആൻസർ കിട്ടും. ഞാൻ അന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ, എന്തായാലും നമ്മൾ ഇത്ര ആയില്ലേ, കാൽക്കുലേറ്ററും കൂടെ ചെയ്ത് നോക്കാം. 80 ഇൻറ്റു മൈനസ് 0.123 80 into 0.123, that is equal to 9.84 ആണ്. 10 അല്ല എനിക്ക് കിട്ടിയ 9.84 ആണ്. നിയർ ടു 10 എന്ന് പറഞ്ഞു, പക്ഷേ ഇതെനിക്ക് കിട്ടിയത് 9.84 എന്ന് കിട്ടി. that is equal to 9.84 ന്യൂട്ടൺ മീറ്റർ. നമ്മളെല്ലാം മീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഇതിനെല്ലാം നമ്മൾ മീറ്ററിലോട്ട് മാറ്റി. 80 ന്യൂട്ടൺ ഒമേഗ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളത് മീറ്ററിലൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, സ്കെയിൽ എടുത്തപ്പോഴാണ് സെൻറ്റിമീറ്ററിൽ കൊടുത്തത്. ഇതെല്ലാം നമ്മൾ നേരത്തെ മീറ്ററിൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിക്കൊള്ളുക. സോ ഇതാണ് നമ്മുടെ ടോർക്ക്. അപ്പോൾ ഇത് പ്ലസ് സൈനാണ് കിട്ടിയത്. സോ പ്ലസ് സൈന് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ ദിസ് ഇസ് ആക്ച്വലി ക്ലോക്ക് വൈസ്. ഈ ടോർക്ക് നമുക്ക് ക്ലോക്ക് വൈസ് ആണ്. അതിൽ വേറൊരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. സപ്പോസ് നമുക്ക് ഈ ആൻസർ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ മൈനസ് വി ഒക്കെ അതേപോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ വിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ഈ ഡയറക്ഷൻ ആയിരിക്കില്ല കിട്ടുന്നത്, ഇവിടെ കിട്ടിയില്ല ഈ ഡയറക്ഷൻ ആയിരിക്കില്ല, ഇതിന് ഓപ്പോസിറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മൈനസ് വി അല്ല, അത് പ്ലസ് വി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ്, ഈ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് നമുക്ക് ഈ വെലോസിറ്റിയും കിട്ടുന്നതെങ്കിൽ നോ പ്രോബ്ലം. നമുക്ക് വി മൈനസ് എന്ന് എടുക്കേണ്ട, പ്ലസ് എന്ന് തന്നെ എടുക്കാം. അങ്ങനെ പ്ലസ് എന്ന് എടുത്താൽ എന്ത് പറ്റും, യുവർ ആൻസർ വിൽ ബിക്കം മൈനസ് സം വാല്യൂ കിട്ടും. മൈനസ് സം വാല്യൂ കിട്ടുമ്പോൾ ഡയറക്ഷൻ ഇസ് ആന്റി ക്ലോക്ക് വൈസ്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് നോക്കിക്കോളുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ആദ്യം ഈ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. നിങ്ങളൊരു കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ച് വെച്ചാൽ തന്നെ ഒരു 2-3 മാർക്ക് കിട്ടും. പിന്നെ ഈ വെലോസിറ്റി ഡയഗ്രാമിലോട്ട് എത്തുക, പ്രോപ്പറായിട്ട് എല്ലാ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് കൺസ്ട്രക്ട് ദ വെലോസിറ്റി ഡയഗ്രാം. യു വിൽ ഗെറ്റ് the final answer. Okay, thank you.